എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ഷാരോൺ ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പറയിപെറ്റ പന്തിരുകുലം അടുത്ത അധ്യായം ശ്രദ്ധിക്കാം. പരബ്രഹ്മം മാടൻ പോത്ത്. ദിവസവും നമ്പൂതിരിപ്പാട് 7:30 വെളുപ്പിന് എഴുന്നേൽക്കും. കുളിച്ച് ശുദ്ധിയായി പൂജ തുടങ്ങും. ഉച്ചവരെ ആ പൂജ നീണ്ടു നിൽക്കും. ഒരു ദിവസം ചാത്തൻ നമ്പൂതിരിപ്പാടിനോട് ചോദിച്ചു, തിരുമേനി എന്തിനാ ഇത്ര നേരം പ്രാർത്ഥിക്കുന്നത്? ഞാൻ പരബ്രഹ്മത്തെ പൂജിക്കുകയാണ്. നമ്പൂതിരി മറുപടി പറഞ്ഞു. ഈ പരബ്രഹ്മം എങ്ങനെയിരിക്കും? ചാത്തൻ്റെ നിഷ്കളങ്കമായ ചോദ്യം. അത് കേട്ട് പരിഹാസത്തോടെ നമ്പൂതിരിപ്പാട് പറഞ്ഞു, അതോ നമ്മുടെ മാടൻ പോത്തിനെ പോലിരിക്കും. അന്നു മുതൽ ദിവസവും ചാത്തൻ നമ്പൂതിരിപ്പാടിനോടൊപ്പം 7:30 വെളുപ്പിന് എഴുന്നേൽക്കാൻ തുടങ്ങി. പരബ്രഹ്മത്തെ മാടൻ പോത്തെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 41 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പരബ്രഹ്മം ചാത്തന് മുന്നിൽ പ്രത്യക്ഷനായി. അന്നു മുതൽ മാടൻ പോത്ത് ചാത്തനോടൊപ്പമായി. ചാത്തൻ തൻ്റെ എല്ലാ ജോലികളും മാടൻ പോത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്പൂതിരിപ്പാടാകട്ടെ പരബ്രഹ്മത്തെ ദർശിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്പൂതിരിപ്പാട് ഒരു യാത്രയ്ക്കൊരുങ്ങി. ഒപ്പം ചാത്തനെയും കൂട്ടി. അവർ നടന്ന് ഓച്ചിറപ്പടനിലം എന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അപ്പുറം കടക്കേണ്ടതായി ഉണ്ടായിരുന്നു. നമ്പൂതിരിപ്പാടും ചാത്തനും വാതിൽ കടന്ന് അപ്പുറത്തെത്തി. പക്ഷേ ഇരു കൊമ്പുകളും വളഞ്ഞു നിന്നിരുന്നതിനാൽ മാടൻ പോത്തിന് ആ വാതിലിലൂടെ കടക്കാൻ കഴിഞ്ഞില്ല. ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്ത് വാതിലിനപ്പുറം നിൽക്കുന്നത് കണ്ടു. ചാത്തൻ വേഗം കടന്നു വരാൻ മാടൻ പോത്തിനോട് പറഞ്ഞു. ഇത് കേട്ട് നമ്പൂതിരിപ്പാട് ചോദിച്ചു, ചാത്ത, നീ ആരോടാ സംസാരിക്കുന്നത്? അത് ഞാൻ മാടൻ പോത്തിനോട്. മാടൻ പോത്തോ? നമ്പൂതിരിപ്പാട് വല്ലാതെ ആശ്ചര്യപ്പെട്ട് ചാത്തനെ നോക്കി നിന്നു. അതേ തിരുമേനി, ആ വാതിലിനടുത്ത് നിൽക്കുന്ന മാടൻ പോത്തിനെ അങ്ങ് കാണുന്നില്ലേ? അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പ്രത്യക്ഷനാക്കിയ പരബ്രഹ്മമാണത്. ചാത്തൻ്റെ പറച്ചിൽ നമ്പൂതിരിപ്പാടിന് വിശ്വാസമായില്ല. അദ്ദേഹം ചാത്തനെ തൊട്ടുകൊണ്ട് ഒന്നുകൂടി നോക്കി. പരബ്രഹ്മത്തെ കണ്ട നമ്പൂതിരിപ്പാട് സാഷ്ടാംഗം നമസ്കരിച്ചു. ഒപ്പം ചാത്തനെയും. എന്നിട്ട് പറഞ്ഞു, നീയാണ് യഥാർത്ഥ ഭക്തൻ. എൻ്റെ ഭക്തിയേക്കാൾ നിറഞ്ഞ ഭക്തി നിനക്കു തന്നെയാണ്. അതുകൊണ്ടാണ് പരബ്രഹ്മം നിനക്ക് മുന്നിൽ പ്രത്യക്ഷനായത്. നമ്പൂതിരിപ്പാട് ചാത്തനെ വീണ്ടും വണങ്ങി. പെട്ടെന്ന് പരബ്രഹ്മം അപ്രത്യക്ഷനായി. ചാത്തന് വളരെ സങ്കടമായി. മാടൻ പോത്തില്ലാതെ ഇല്ലത്തേക്കില്ലെന്ന് ചാത്തൻ ശഠിച്ചു. ചാത്തനില്ലാതെ താനുമില്ലെന്ന് പറഞ്ഞ നമ്പൂതിരിയോട് നൂലിൽ പിടിച്ച് മുകളിലേക്ക് പോകാൻ ചാത്തൻ ഉപദേശിച്ചു. വേദം കൊണ്ട് മോക്ഷം പ്രാപിക്കാനാണ് ചാത്തൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരിപ്പാട് ഇല്ലത്തേക്ക് തിരിച്ചു. ഓച്ചിറയിൽ താമസമാക്കിയ ചാത്തൻ വർഷം തോറുമുള്ള ഓച്ചിറപ്പടയിൽ ചേർന്ന് വീരസ്വർഗം പോകി. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് ഇതിൻ്റെ മറ്റൊരധ്യായം പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി.